ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, 32 പല്ലും കട്ടിച്ചിരിക്കുന്ന സന്തോഷം കൊണ്ടാണ്. 32 പല്ലന്നല്ലേ എല്ലാവരുടെ വായിലുണ്ടാവും. അതുവരെ എൻ്റെ പല്ലിന് കേടൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് 32 പല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. പെരുമ്പലത്തേക്ക് വന്ന വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അപ്പോൾ കാണാത്തവർ കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്, വെട്ടത്തൂരിലേക്ക് പോവുകയാണ്. വളരെ പെട്ടെന്നുണ്ടായൊരു വരവായിരുന്നു പെരുമ്പലത്തേക്ക്. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുമ്പോൾ കുഞ്ഞാത്താൻ്റെ കൂടെയാണ് പോകുന്നത്. ഫൈക്കാക്കും എന്താ പറയുക, ഈയിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്, ഒന്നിനും വിളിച്ചാലും കിട്ടൂല, ആൾ ഫുള്ള് തിരക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻ്റലക്ച്വൽ ലോകത്തേക്ക് അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആളെ ബുദ്ധിമുട്ടിക്കാറില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകും വരും, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് അൽഹംദുലില്ലാ സിസ്റ്റേഴ്സ്, ബ്രദർ, പിന്നെ അതുപോലെ തന്നെ ഉമ്മ വാപ്പ അവരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും ഫൈക്കാക്കുനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ചൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യാം. അപ്പം ഞാൻ കുഞ്ഞാത്താൻ്റെ കൂടെ ആയിരുന്നു ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ, പെരുമ്പലത്തേക്ക് പോകുന്നത്. അത് തിരിച്ചും കുഞ്ഞാത്താൻ്റെ കൂടെ തന്നെ. അപ്പോൾ പെരിന്തൽമണ്ണ വരെ കുഞ്ഞാത്ത ഡ്രോപ്പ് ചെയ്യും, പിന്നെ അവിടെ നിന്ന് ഫൈക്കാക്ക് വരും ഞങ്ങളെ പിക്ക് ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുതേ ഗൈസ്. അപ്പം ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. വന്ന പോലെ തന്നെ കുഞ്ഞാത്താൻ്റെ പോലെ തിരിച്ച് പെരിന്തൽമണ്ണ വരെ പോവും. അവിടുന്ന് ഫൈക്കാക്ക് വരും ഞങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞാത്ത പറഞ്ഞു വീട്ടിൽ ആക്കി തരാന്ന്. എന്താ ചെയ്യാ, സ്നേഹമല്ല കുഞ്ഞാത്ത. പക്ഷെ ഓളെ ഇടങ്ങറാക്കണ ശരിയല്ലല്ലോ, കാരണം രാത്രിയല്ലേ. അപ്പോ ഫൈക്കാക്ക് അങ്ങനെയല്ല, എന്നാലും അതല്ലല്ലോ, ഫൈക്കാക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. അല്ലാത്ത നേരത്തെ ഓളന്നിട്ട് എന്നെ വെട്ടത്തൂരിന്ന് പോയി കൊണ്ടല്ലൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ കരുതും, എനിക്ക് ഇതുപോലത്തെ സ്നേഹമുള്ള ഒരു സിസ്റ്റർ ഉണ്ടല്ലോ, സ്നേഹമുള്ള സിസ്റ്റർ ഉണ്ടല്ലോ, മാഷാ അല്ലാ എന്ന് ഞാൻ പറയട്ടോ. സംഭവം ശരിയാണ്. ഈ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു ബ്ലെസ്സിങ് ആണ്, ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുക. എൻ്റെ കണ്ണിൽ നല്ല ചോപ്പുണ്ട്, നല്ല ചൊറിച്ചിലുണ്ട്. എൻ്റെ ഒരു അലർജിയിലൊരു മെയിൻ പോയിന്റാണ് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പോയിന്റ്സ് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ, അതായത് അലർജിയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞു. പക്ഷേ അതിന് ആരും റിപ്ലൈ തന്നില്ല. വേറുള്ളത് എല്ലാത്തിനും റിപ്ലൈ വരും, പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ചോദിച്ചതിന് മാത്രം ആരും കമൻറ്റ് ചെയ്തില്ല. അപ്പോൾ അത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അലർജിക്ക് എന്തെങ്കിലും വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പൊടിക്കൈകൾ, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഡോക്ടർ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. എനിക്ക് മാത്രമല്ല കേട്ടോ, അലർജി കുഞ്ഞാത്താക്കും ഉണ്ട്. അപ്പം നിങ്ങൾ കരുതും എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ഓൾക്കുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഡസ്റ്റ് അലർജിന്റെ വിക്ടിംസ് ആണ്. അപ്പൊ ഗൈസ്, ഞാനേ നല്ല കുട്ടിയെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കണേ. ഫൈക്കാക്കൂന്റെ ഒപ്പം പോകുമ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കും. അപ്പൊ പോലീസിനെ കാണുമ്പോൾ ഫൈക്കാക്കൂന് ഓർമ്മ വരും. അപ്പൊ എന്നോടൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ എന്ന് ചോദിക്കും. ഫൈന് വന്നാ കാണിച്ചരാന്ന് എന്നോട്. കുഞ്ഞാത്ത പിന്നെ കേറിയാൽ തന്നെ പറയും. ഓള് പിന്നെ നേരെ വാ നേരെ പോ ടീമാണ്. അപ്പൊ കേറി അപ്പൊ പറയും സീറ്റ് ബെൽറ്റ് ഇടും. ആക്ച്വലി നമ്മളെ സീറ്റ് ബെൽറ്റ് ഒരു ഹാബിറ്റ് ആയിട്ട് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം ബെൽറ്റ് ഇടാനാണ്. അത് ആക്ച്വലി ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റിൽ അത് കറക്റ്റാ. പക്ഷെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഞാൻ ഇരിക്കുമ്പോ വേഗം സീറ്റ് ബെൽറ്റ് ഇടും, കാരണം എനിക്ക് പേടിയാണ് അഥവാ മുട്ടിക്കഴിഞ്ഞാല്. പക്ഷെ അപ്പുറത്തെ ഒരാൾ ഇരിക്കുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ, നമ്മളെ സേഫ് ഹാൻഡ്സിലാണെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു പ്രശ്നമില്ലാത്തത്. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴേ ഞാൻ വേഗം കയറി കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇട്ട് സീറ്റൊക്കെ ലെവലാക്കാതെ എനിക്കൊരു കംഫർട്ട് കിട്ടൂല. അതാണ് കഥ. ഓക്കെ, ഞങ്ങൾ കുറേ നേരമായി ഈ ഒരു ടിപ്പറിന്റെ ബാക്കില്. ഈ ടിപ്പറാണെങ്കിൽ സൈഡും തരുന്നില്ല. എന്തൊരു ടിപ്പറാണത്. പിന്നെ പെരുമ്പലത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ അവിടെ എല്ലാവർക്കും സുഖമാണ്. കുഞ്ഞു ടൂറ് പോയി. കുഞ്ഞു പറയുമ്പോൾ എൻ്റെ സ്വന്തം അനിയനാണ്. ഓന് എൻ്റെ അമ്മായിൻ്റെ മക്കളെ കൂടെ ടൂറ് പോയി. പിന്നെ വാപ്പാക്ക് ചെറുതായിട്ട് പനിയുണ്ട്. അപ്പോൾ അതിന് കുഞ്ഞാത്തയും അനിയത്തിൻ്റെ ഹസ്ബൻഡ് നബീലും ഓരെല്ലാവരും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. ഉമ്മയും ഓല് 3 ആൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അൽഹംദുലില്ലാ 3 ദിവസത്തിന് മരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറി കിട്ടും, ഇൻഷാല്ലാ മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടോ വാപ്പാക്ക്. വാപ്പാക്ക് ഇപ്പോൾ കുറച്ചിങ്ങനെ വയസ്സാവണതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് വെച്ച് ബാക്കിയൊക്കെ ഓക്കെയാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ഓൾഡ് ആവണല്ല, വാപ്പാക്ക് കുറെ എന്തൊക്കെയോ വേറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഷുഗർ ഉണ്ട്. വാപ്പ ചെറുപ്പത്തിലൊക്കെ നല്ലോണം പഞ്ചസാര കഴിക്കുമായിരുന്നു. പഞ്ചസാര മീൻസ് അങ്ങനെയല്ല, പഞ്ചസാര ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, ഈ ഇതില്ലേ, അല്ല പഞ്ചസാര അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഷുഗർ ഐറ്റംസ് കഴിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പഞ്ചസാര ആയിപ്പോയതാ. ഷുഗർ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കും. അപ്പൊ അത് ചോറ് കഴിച്ചാൽ ഒപ്പം ഫ്രൂട്ട്സ് കഴിക്കണം. അപ്പൊ എന്നോട് എപ്പോഴും ഫൈക്കാക്ക് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ച ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മധുരം കഴിക്കരുത്.
പെട്ടെന്ന് നമ്മളെ ഇൻസുലിൻ കൂടും, ഇൻസുലിന്റെ അളവ് ശരീരത്തിൽ കൂടും. അത് തടിയാണെങ്കിൽ തടി വർദ്ധിക്കും, ഷുഗറിന്റെ സംഭവം അസ്ഥിതകളാണെങ്കിൽ അതൊക്കെ ഉണ്ടാവും. ഫൈക്കാക്കുന് ഈ ലഡു ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചോറ് കഴിച്ചുടൻ ലഡു ഒക്കെ കൊടുത്താൽ തിന്നൂല. അപ്പൊ പറയും അത് പ്രശ്നമാണ്, കഴിച്ചാല് ഷുഗർ പെട്ടെന്ന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് കൊടുക്കല. പക്ഷെ തോന്നുന്നു വാപ്പാക്ക് ഇഷ്യൂ ഒക്കെ വരാൻ സാധ്യത അതിരിക്കണം. ഫുഡ് കഴിച്ച ഉടനെ ഫ്രൂട്ട്സാണ് കഴിക്കുക. നമ്മൾ ഈ സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ കഴിക്കേണ്ടത് അറിയാം? ആദ്യം നമ്മൾ ഫ്രൂട്ട്സ് അതേപോലെ തന്നെ സാലഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. പക്ഷെ നമ്മളൊക്കെ നേരെ തിരിച്ചാണ്. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഈ സാലഡ് കാര്യങ്ങൾ ഐസ്ക്രീം അങ്ങനത്തെ ഒക്കെ കഴിക്കണം. പക്ഷെ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച ഉടനെ നമ്മള് എന്താ പറയാ മെയിനായിട്ട് ഈ ഐസ്ക്രീം ഇങ്ങനത്തെ ഒക്കെ കഴിക്കണത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അതാണ് എന്താണ് ഇനി ബേബിയെ കൂത്തമ്മാന്റെ രണ്ട് പേന പൊട്ടിച്ചു ഓൾറെഡി. ഓളെന്താ പേന പൊട്ടിക്കൽ വിരുത്തിയോ? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത് ആ പേന പൊട്ടിക്കാൻ. അപ്പൊ ഗായ്സ് എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യണേ. പിന്നെ ഒരു കാര്യം, ഞാൻ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള റീൽ. അപ്പൊ ഞാൻ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങള്, വീട്ടില് കരോള് വന്നോന്നൊക്കെ ചോദിച്ചിന് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചോദിച്ചതിന് കമന്റിന് റിപ്ലൈ വന്നല്ലോ എന്നുള്ളത്, കമന്റിനല്ല എന്റെ ഒരു വീഡിയോക്ക് കുറെ കമന്റ്സ് വന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ ഒരു വീഡിയോന്റെ താഴെ ഹാർട്ടെങ്കിലും ഇടണേ. ഹാർട്ടോ എന്തെങ്കിലും ഒരു ചെറിയ കമന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജിയോ ഒരു കുത്തോ എന്തെങ്കിലും ഒന്ന് ഇടണേ. ഓക്കെ, അതെന്താ അറിയോ, ഞാൻ അധികം എല്ലാ വ്ളോഗേഴ്സും പറഞ്ഞു കേട്ടിക്കണം. ഞാൻ ആക്ച്വലി യൂട്യൂബിലൊരു ശിശുവാണ് കേട്ടോ. നടന്നു വരുന്നേ ഉള്ളൂ, നടക്കാനും തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ എഴയാൻ തുടങ്ങിയണോ ചോദിച്ചാൽ അതും അറിയില്ല. അതാണ് സിറ്റുവേഷൻ. പക്ഷേ ഈ അപ്പൊ അതെ, ഓള് പറയണേ എന്റെ വിനയം കണ്ട് എനിക്ക് ലൈക്ക് തന്നെ. പക്ഷെ എന്റെ സംസാരത്തിന് ആരും തരൂല. എന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങളെ സംസാരം ഭയങ്കര രസമാണ് ആരും പറഞ്ഞിട്ടില്ല. ക്ലാസ് എടുക്കണൊക്കെ രസമുണ്ട് എന്നൊക്കെ പറയലുണ്ട്. പക്ഷെ യൂട്യൂബില് ഞാൻ സംസാരിച്ചിട്ട് ആ സംസാരം രസമുണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാല്, അപ്പൊ എന്തെങ്കിലും ഒരു കമന്റ് എന്തെങ്കിലും ഇടണേ, എനിക്ക് സന്തോഷാവും കേട്ടോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു തന്നത് അതല്ല, എന്താ അറിയോ, ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ ക്യാമറ വെച്ചിട്ടാണ് ഈ ഷൂട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇഷ്യൂ വരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 90 സെക്കൻഡ് ആകുമ്പോൾ കട്ടാവും. അപ്പൊ ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്യണേ. രാത്രി ആയതുകൊണ്ടേ വേറെ ക്യാമറയില് ഡയറക്റ്റ് ആയിട്ടുള്ള ക്യാമറയിൽ എടുത്താൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, വലിയ യൂട്യൂബേഴ്സ് ഒക്കെ പറയും നിങ്ങള് ഞാൻ എന്റെ വീഡിയോക്ക് 1000K ലൈക്സ് ആണ് പ്രതീക്ഷിക്കുന്നത്, 2000 കമന്റ്സ് ആണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പൊ എന്താ വെച്ചാല് ചില ആളുകൾ എനിക്ക് 500 വ്യൂ ഒന്നും പോരാ പോയിക്കോടുന്ന്. അപ്പൊ എന്താ പറയാ, അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ ചെയ്താലുള്ള വീഡിയോ റെക്കമെൻഡ് ആയി പോവുള്ളൂ. അതുകൊണ്ടാണ് ഓരോ പറയണത്. നമുക്ക് ചിലപ്പോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും, പക്ഷെ എന്നാലും നമ്മളെ ലൈക്ക് ചെയ്യില്ല. അതൊരു പൊതുവെയുള്ള സ്വഭാവമാണ്. അതാണ് അതിന്റെ ഒരു കഥ. അപ്പോ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്, കമന്റ് ചെയ്യല് മറക്കരുത് കേട്ടോ. ഗൈസ്, ഞങ്ങളിവിടെ പെരിന്തൽമണ്ണ എത്തിട്ടോ. ഫൈക്കാക്ക് ഇപ്പൊ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരും. ഞങ്ങളെ ഇവിടെ കേട്ടോ കല്യാൺ ജ്വല്ലറി ഉണ്ടോ, ഇതിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിവിടെ നിക്കണത്. അപ്പൊ ഫൈക്കാക്കു എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ ഇറങ്ങും കേട്ടോ. എന്റെ 2 ബേബീസ് ഉറങ്ങി. ഇതുണ്ട്, അതിന്റെ കണ്ണൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ആകെ തോന്നുന്നുണ്ടാവും എന്താ ഇപ്പൊ ഇത് സംഭവം. ഒന്നുമല്ല, സാബിന്റെ വിക്രയങ്ങളാണ് അനിയത്തിന്റെ. ഇതാണെങ്കിൽ കുളിപ്പിച്ചിട്ടും പോണില്ല. എന്താണ് ലോങ് സ്റ്റേ മേക്കപ്പ് സാധനങ്ങൾ ഉണ്ടല്ലോ, അതാണ് അത് സംഭവം. ബാക്കില് ഒരാള് ഉറങ്ങുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, ഇവിടെ ഈവും തുണ്ടും ഉറങ്ങിക്കണേ. 2 ആളും ഉറങ്ങി. അങ്ങനെ കാത്തിരുന്ന് ഫൈക്കാക്കു എത്തിട്ടോ. ഇന ബേബീനെ ആശ്വസിപ്പിക്കണേ. 2 ദിവസമല്ല, ഒരു ദിവസമായിട്ട് ഫൈക്കാക്കുനെ കണ്ടിട്ടില്ലല്ലോ. ബേബീസിന് ഭയങ്കര സങ്കടമാണ്. ഫൈക്കാക്കുവിന്റെ കൈ ഉണ്ടെങ്കിൽ 2 പേരും ഉറങ്ങുള്ളൂ. അങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പോൾ ഉമ്മ പെരുമ്പലത്തുനിന്നേ ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഉമ്മമാരി അറിയുമ്പോൾ അങ്ങനെയാണല്ലോ, ഭയങ്കര സ്നേഹം. അപ്പോൾ മരുമോനൊന്നും ഫുഡ് കഴിക്കാനില്ലാത്തതുകൊണ്ടേ മരുമോകൻ, അതായത് ഫൈക്കാക്കുവിനുള്ള ഫുഡ് പാക്ക് ചെയ്ത് കൊടുത്തയച്ചിരിക്കുക. അതേപോലെ കുഞ്ഞാത്താക്കുണ്ട്, കാരണം അളിയാക്ക ഉണ്ടായിരുന്നില്ല. അപ്പോൾ അളിയാക്കുള്ള ഫുഡും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാണ്, പോകണം നമ്മളെ വണ്ടിയിലേക്ക്, നമ്മുടെ പേടകത്തിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പേടകം തുറന്നിട്ട് ഇവ മോളെ
ഇവമോൾ ഓൾറെഡി അവിടെ കിടക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾ നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കൊണ്ടുപോയി കിടത്തി. ജിജിമോൻ എന്തായാലും ഇടയ്ക്ക് ഓരോ ജാടയാണ്. അപ്പോൾ അവനിങ്ങനെയൊക്കെ ഒക്കെ പൊത്തും. അല്ലാന്നുണ്ടെങ്കിലോ ക്യാമറക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോരോ ഗോഷ്ടുകളും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഇവമോൾ വീണ്ടും ഉറക്കം തുടങ്ങിയിട്ടുണ്ട്. ഇനി ബേബി അതാ ജിജുവിൻ്റെ മടിയിൽ. അവൾ പിന്നെ എണീറ്റു. അവൾക്ക് പിന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. എണീറ്റിട്ട് പിന്നെ അങ്ങനെ വിട്ട് കരയില്ല അവളുടെ ഒരു പരിപാടി എന്ന് പറയാം. നമ്മളിങ്ങനെ പോവാണ്. ഇതാണ് നമ്മുടെ പെരിന്തൽമണ്ണ ടൗണിൻ്റെ ഒരു രാത്രിക്കത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ. പെരിന്തൽമണ്ണ എത്തിക്കഴിഞ്ഞ് എന്തെങ്കിലും കുനിഷ്ട സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ടാവും. ആക്ച്വലി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന സാധനം എന്തായാലും ഒരു ലഞ്ച് ബോക്സ് വാങ്ങിക്കണം. ഞാൻ കോളേജിൽ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സ് ഒരു ലഞ്ച് ബോക്സാണ് കേട്ടോ. അതിൻ്റെ സൈസ് കണ്ട് എല്ലാവരും വിചാരിക്കും ഞാൻ ഭയങ്കര ടീച്ചറപ്പാവാണ്. അത് വാങ്ങിച്ച സമയത്തെ ഫൈക്കാക്കുനോട് പറഞ്ഞത് എനിക്ക് പാകത്തൊന്നൊക്കെ വാങ്ങിച്ചാൽ പോരെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു ലഞ്ച് ബോക്സ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ സ്നാക്സ് സാധനങ്ങളെല്ലാം ഇടാൻ പറ്റിയ കുറേ സംഭവങ്ങളുള്ള ഒരു ലഞ്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് വേണ്ട. അപ്പോൾ എന്തായാലും ഞാൻ ജാം ജൂമിലേക്ക് പോവാണ് കേട്ടോ. ജാം ജൂമിനകത്തുനിന്ന് ലഞ്ച് ബോക്സ് വല്ലതും നല്ല അടിപൊളിയുള്ള സാധനം കിട്ടും നോക്കുക. അപ്പോൾ ബൈ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കുറേ സംഭവങ്ങളും പിന്നെ അതുപോലെ തന്നെ പുൽക്കൂടും ഉണ്ണിയേശും ഒക്കെ ഉണ്ട്. കുറേ സംഭവങ്ങളുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. നമ്മളെ ബിസ്മിയിൽ പോകുന്ന പോലെ ഒന്നുമല്ല. ജാം ജൂമിനകത്താണ് ഗൈസ് ആളുകളുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ജാം ജൂമിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെത്തിയിട്ട് ഫസ്റ്റ് ഫ്ലോറിനകത്താണ് ഇതാ നമ്മുടെ ടിഫിൻ ബോക്സ് കുട്ടന്മാരും ബോട്ടിൽ കുട്ടത്തികളും ഇരിക്കുന്നു കേട്ടോ. ഞാൻ കുറേ ബോട്ടിലൊക്കെ നോക്കി. പക്ഷേ ബോട്ടിൽ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. പക്ഷേ നമ്മൾ ലഞ്ച് ബോക്സ് വാങ്ങിക്കുമ്പോൾ അതിന് പറ്റിയ ബോട്ടിലും കൂടെ വേണ്ടേ. അങ്ങനെ ഞാൻ തപ്പി തെരഞ്ഞ് 2 ലഞ്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് എനിക്കും ഒന്ന് ഇനബേബിയിൽ എന്താ എപ്പോഴും മാറും. മോൾക്കാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ ബില്ലാക്കിയിട്ട് ഞങ്ങൾ പോവാണ്. ഫൈക്കാക്കുനോട് ഒരു ബോക്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 വാങ്ങിച്ചു. കുഴപ്പമില്ല. എന്തായാലും എന്താ പറയുക, ആഗ്രഹങ്ങളൊക്കെ നടക്കാനുള്ളത് തന്നെയല്ലേ, സംഭവിക്കാനുള്ളത് തന്നെയാണല്ലോ. ഞാൻ വന്ന് നോക്കുമ്പോഴേ എന്നെ ഫ്രണ്ടിൽ ഇറക്കി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വണ്ടി കൊണ്ടുപോയി പാർക്കിങ്ങിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ താഴെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട് അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജിജിമോൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു സ്വൈര്യം എന്ന് പറഞ്ഞ് ചങ്ങായി തരൂല. അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ നടക്കണം. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ അവൻ്റെ കയ്യിൽ തന്നെ കണ്ടില്ലേ, 2 ലഞ്ച് ബോക്സാണ് അവൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ബൈ.